താൽക്കാലികമെങ്കിലും ഇസ്രയേൽ തകർത്തെറിഞ്ഞ മണ്ണിൽ സമാധാനത്തിന്റെ ഒരു വെളിച്ചം ഈ റമദാനിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഗാസൻ ജനതയുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. അവരുടെ ജീവിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് മേൽ വീണ്ടും ഒരു മരണമഴയാണ് ഇസ്രയേൽ ഇപ്പോൾ പെയ്ച്ചിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ എന്ന നശിച്ച രാജ്യം 80-ലേറെ പേരുടെ ജീവൻ ഇല്ലാതാക്കി. ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ജനുവരി 19-ന് വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി അവസാനിച്ച ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത്. ഗാസയിലുടനീളം നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളും ഏറ്റിരുന്നു. ആക്രമണങ്ങളിൽ 131 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തെക്കൻ ഗാസ മുനമ്പിലെ ഗാൻ യൂനിസിൽ മാത്രം 77 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വടക്കൻ ഗാസ മുനമ്പിൽ 20 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുറൈജി ക്യാമ്പിന് സമീപമുണ്ടായിരുന്ന ഡ്രോൺ ആക്രമണത്തെ ബോംബ് വയ്ക്കാൻ ശ്രമിച്ച ഭീകരരെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന അവകാശവാദം.